ഓപ്പറേഷൻ തൂഫാനിൽ 7 ഗ്രാം MDMA പിടികൂടി. തിരുവനന്തപുരം തുമ്പ KCA ഗ്രൗണ്ടിന് എതിർവശത്തെ വീട്ടിൽ നിന്നാണ് MDMA പിടികൂടിയത്. അനന്തർഷം വിവരങ്ങളുമായിട്ട് അനന്തൻ. ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കിയതോടുകൂടി ദിവസവും മണിക്കൂർ ഇടവിട്ടെന്ന വണ്ണം ഈ ലഹരി മാഫിയയുടെ കണ്ണികൾ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എത്ര പേർ കസ്റ്റഡിയിലുണ്ട്? ദിവിഷ്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശക്തമായ പരിശോധനകളാണ് തിരുവനന്തപുരം സിറ്റി പോലീസും നടത്തുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വ്യാപകമായ ലഹരിവേട്ട തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം നടത്തുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ ബി കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ റെയ്ഡുകളൊക്കെ നടക്കുന്നത്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം തുമ്പ KCA ഗ്രൗണ്ടിന് എതിർവശത്തുള്ള ഒരു വീട്ടിൽ നിന്ന് 7 ഗ്രാം MDMA പിടികൂടിയത്. ഈ വീട്ടിലുണ്ടായിരുന്ന ഷാരോൺ ജേക്കബിനെ പോലീസ് ഡാൻസ് ഓഫ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാൾ സ്ഥിരമായി ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ MDMA പോലുള്ള സിന്തറ്റിക് രാസലഹരി വിൽക്കുന്ന ആളാണ്. ഇയാളെ നേരത്തെ തന്നെ നിരീക്ഷണത്തിലാക്കിയതാണ്. മാത്രമല്ല, നേരത്തെ ഇയാൾ ലഹരി കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ളതാണ്. അതിനൊപ്പം തന്നെ അയാളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്യും. ഇന്നലെയും വ്യാപകമായ ലഹരിവേട്ട ഉണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി പിടിയിലായിട്ടുണ്ട്. സിറ്റി ഡാൻസ് ഓഫിൻ്റെ അന്വേഷണത്തിൽ അത് മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു നിരോധിത പുകയില വിൽപ്പനക്കാരനാണ്. ഇയാൾ ബീഹാർ സ്വദേശിയാണ്. വർഷങ്ങളായി തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുകയാണ്. ഈ നിരോധിത പുകയില വിൽപ്പനയിലൂടെ ഇയാൾ ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ഏതാണ്ട് ലക്ഷങ്ങൾ വില വരുന്ന ഒരു വീട് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇയാൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് പാഴ്സൽ മുഖേനയാണ് ഇയാൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ മറ്റ് ചില ആൾക്കാരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നലെ കഠിനംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന അവർ താമസം അവസാനിപ്പിച്ച് മടങ്ങിയ ഒരു വാടക വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി അത് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഡാൻസ് ഓഫ് സംഘം. അങ്ങനെ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വലിയ തോതിലുള്ള ലഹരിക്കെതിരായ നടപടികളാണ് പുരോഗമിക്കുന്നത്. ദിവിഷൻ, ഒരു കഞ്ചാവ് ചെടി പിടിച്ച കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അതെവിടെയാണ് അനന്തൻ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ദിവിഷൻ, ഇന്നലെ ഈ കഠിനംകുളത്ത് ഒരു വീട്ടിൽ കഞ്ചാവ് ചെടി വളർന്നു നിൽക്കുന്നു എന്നുള്ള വിവരം ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചു. അങ്ങനെ അവരവിടെ ചെല്ലുമ്പോൾ അത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസം അവസാനിപ്പിച്ച ഒരു വാടക വീടാണ്. അതിൻ്റെ പരിസരത്ത് നിന്നാണ് ഈ കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. അപ്പോൾ അവിടെ താമസിച്ചിരുന്നവർ ഈ കഞ്ചാവ് വളർത്തി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിന് സംശയം. അപ്പോൾ അവരെ ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും ഈ സ്ഥിരമായി തിരുവനന്തപുരം നഗരത്തിൽ നേരത്തെ മയക്കുമരുന്ന് കച്ചവടമൊക്കെ നടത്തിയിരുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വ്യാപകമായി നടക്കുകയാണ്. അങ്ങനെയാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഷാരോൺ എന്ന് പറയുന്ന MDMA-യുമായി പിടിയിലായ പ്രതി കസ്റ്റഡിയിലായിട്ടുള്ളത്. ഏതായാലും ശക്തമായ നടപടികൾ തുടരും എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറും ഡാൻസ് സംഘവും ഒക്കെ അറിയിക്കുന്നത്. ശരി, അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു.